മിസ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ വിശേഷങ്ങൾ? കൊറോണയോടുള്ള ആ ഭയമെല്ലാം നമ്മൾ ഇന്നൊക്കെ മാറിയല്ലോ. എല്ലാവരും പണ്ടത്തെ പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി യാത്രയാവുകയും പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒത്തുകൂടൽ അധികം ഇല്ലാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലത്തിൻ്റെ അവസ്ഥ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് മതഗ്രന്ഥത്തിലായാലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തരുന്ന കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം സൂക്ഷ്മയോടെ പാലിക്കണമെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് തന്നിട്ടുള്ള ദൈവം നേരിട്ട് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ നമ്മൾ സൂക്ഷ്മതയോടെയും ആത്മാർത്ഥതയോടും കൂടി പാലിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കേണ്ട സമയമാണ്. എല്ലാ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ പക്ഷിയായ കാക്ക അനുസരിച്ചു. കാക്കയോട് ഒരു ദീർഘദർശിക്ക് ഒരു ദൈവപുരുഷനെ ഇറച്ചിയും അപ്പം കൊണ്ടുകൊടുക്കാൻ പറഞ്ഞപ്പോൾ അതും ഒരു നേരമല്ല 3 നേരവും അങ്ങനെ 2 ദിവസം കൊണ്ടുകൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷിയായ കാക്ക അതനുസരിച്ച് ആ പ്രവാചകൻ്റെ അടുത്തേക്ക് അപ്പവും മാംസവും കൊണ്ടുകൊടുത്തു. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ നമ്മുടെ തിമിംഗലം ദൈവകൽപ്പന അനുസരിച്ചു. 3 ദിവസം ആ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്ന ദൈവപുരുഷനെ ഇന്ന കടൽ തീരത്ത് കൊണ്ട് ഇടാൻ പറഞ്ഞപ്പോൾ അവിടെ ഛർദ്ദിച്ചു. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ സിംഹക്കുഴിയിലെ ദാനിയേലിനിട്ടപ്പോൾ ദൈവം പറഞ്ഞു, നീ ആ പയ്യനെ കടിക്കരുതെന്ന്. ആ മൃഗം അനുസരിച്ചു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവം പറഞ്ഞ കൽപ്പനകൾ സൂക്ഷ്മയോടെ പാലിച്ചിട്ടുണ്ടോ? അത് പാലിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? മനുഷ്യരുടെ ഇഷ്ടാനുസരണം ദൈവകൽപ്പനയൊക്കെ അതിലംഘിച്ച് തട്ടിമാറ്റി അവരവരുടെ മനസ്സിന് യോജിച്ച വിധം നമ്മൾ നടന്ന് നമ്മുടെ എല്ലാ അതിക്രമങ്ങളും ദൈവചട്ടങ്ങളൊക്കെ നിഷേധിച്ചും നിഷേധാത്മകമായ ജീവിതം നയിച്ചിട്ടല്ലേ നമുക്ക് ഈ ഒരു പരിസ്ഥിതി വന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ തരുന്ന നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾ സൂക്ഷ്മയോടെ സൂക്ഷിക്കുവിൻ, പാലിക്കുവിൻ. ഞാൻ തരുന്ന ദേശത്ത് നിങ്ങൾ സമാധാന ദൂതരായി കഴിയുവിൻ. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? ഒന്ന് ആലോചിച്ച് നോക്കുവിൻ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ ഈ കാലത്ത് കുറച്ച് നാളുകളായിട്ട് മനസ്സ് ഒരു മന്ദീഭവനം, ഒരു തുറമയില്ലായ്മ, ആരോടും ഒരു തുറന്ന മനസ്സോടെ സമീപിക്കുവായ്മ. അതുപോലെ തന്നെ നമ്മുടെ മാനുഷ്യമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മളങ്ങോട്ട് മാറ്റിയെടുത്ത് തന്നിഷ്ടം പോലെ നടക്കുന്നൊരവസ്ഥ. എന്തിന് പറയണു? ആര് പറഞ്ഞാലും കേൾക്കാത്ത മനുഷ്യരെ, ഒരു കാണപ്പെടാത്ത ഒരു ചെറിയ ജീവി, അതാണല്ലോ നമ്മുടെ കൊറോണ വൈറസ്. അത് വന്നപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ആ നിയമങ്ങളെല്ലാം പാലിച്ചില്ലേ? ഇതൊന്നും നമ്മൾ മുന്നേ ഓർത്തെങ്കില്ല. പരിസ്ഥിതി മലിനമാക്കൽ, നമ്മുടെ ജീവിതം മലിനമാക്കൽ, നമ്മുടെ ആ കൂട്ടായ്മകളിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ, ഇതെല്ലാം നടന്നതിൻ്റെ ഒരു പ്രത്യാഘാതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലത്ത് നമ്മളോട് മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇതിവിടെ ഒട്ടിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് ഇത് ഒട്ടിച്ചിരിക്കുക. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കാളവണ്ടി ആയിരുന്ന കാലത്ത് കാളകളെ വണ്ടി തെളിച്ച് കൊണ്ടുപോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള പുല്ല് തിന്നാതിരിക്കാനായിട്ട് ഓല കൊണ്ട് മെടഞ്ഞ ഒരു ആഭരണം അവരെ മുഖത്ത് വെച്ച് കെട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രസവിച്ച പശുക്കുട്ടികളെ പുല്ലുമേയാനായിട്ട് പറമ്പിലേക്ക് അഴിച്ചിടുമ്പോൾ തള്ളപ്പശുവിൻ്റെ പാല് കുടിക്കാതിരിക്കാൻ വേണ്ടി ഓല മെടഞ്ഞ ഒരു സാധനം കൊണ്ട് അവരുടെ ഈ ഒരു ഭാഗം മാസ്ക് തന്നെ, ഇപ്പോഴത്തെ മാസ്ക് തന്നെ പറയാം, അത് കെട്ടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച്, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഇവിടുത്തെ ഒരു ആഭരണം വന്ന ഒരു കാലമാണ്. ഈ ആഭരണം വരാൻ കാരണം ചെറിയൊരു വൈറസ് നമ്മളെ പേടിപ്പിച്ചു. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഭൂമിയിലേക്ക് അയച്ച ഉടൻ തമ്പുരാൻ പറഞ്ഞ വാക്കുകളെ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാനോ അതുപോലെ നടക്കുവാനോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാനോ പറഞ്ഞാൽ ആർക്കും സാധിക്കില്ല. അവയെല്ലാം തരണം ചെയ്തതാ കൊറോണ എന്ന വൈറസ് എത്തി.
എല്ലാവരും ഇത് ധരിച്ചിട്ടപ്പം നടക്കണേ. ഈ ഒരു കാലത്തെ പറ്റി നമുക്കൊന്ന് കൂടുതൽ ചിന്തിക്കാം. ദൈവം പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. നമുക്ക് ആ തീരുമാനത്തിലെത്താം. ദൈവേഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് കൂടിയായിരുന്ന് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും സമൂഹ സ്നേഹത്തിലും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളൊരു കുരിശ് കണ്ടിട്ടുണ്ടോ? കുരിശ് ഇങ്ങനെയല്ലേ കുരിശ്? അതിൻ്റെ അർത്ഥം എന്താ? നേരെ മുകളിലേക്കല്ല കുരിശ്. നമ്മുടെ ഇരുവശങ്ങളിലുള്ളവരെയും കാണണം, നമ്മുടെ അടിത്തട്ടിലുള്ളവരെയും നമ്മൾ കാണണം. എങ്കിലേ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ആ കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കുരിശിൻ്റെ ചിഹ്നം നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യമായി വിജയക്കൊടിയായി സ്വീകരിച്ചുകൊണ്ട് കുരിശിൻ്റെ പിന്നാലെ പോകുവാനുള്ള അതീവ ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും പുലർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഗവേഷകന്മാരെയും വൈദ്യശാസ്ത്രത്തെയും ശാസ്ത്രജ്ഞന്മാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടല്ലോ ഇത്തിരി ധൃതിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ സംരംഭമൊക്കെ തുടങ്ങിയെന്ന്. അതിൻ്റെ ആയിരുന്നു കേട്ടോ. ക്ഷമിക്കണം. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരെ ആർക്കും യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളോ പരിവട്ടങ്ങളോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ, പ്ലീസ്.